എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 112-ാം ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ഞാൻ ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിച്ചാലോ. എന്താ അപ്പച്ചാ പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ടാണ് കിച്ചു ഓടി വന്നത്. അവൻ വിചാരിച്ചത് വക്കച്ചൻ ചേട്ടൻ വീഴുകയോ മറ്റോ ചെയ്തതാണ് എന്നാണ്. അതുകൊണ്ടാണ് അവൻ അത്ര വേഗം ഓടി വന്നത്. പ്രായമായവർ വീണാൽ അത് നിസ്സാരമായി കണക്കാക്കാൻ പാടില്ല. വല്ല പൊട്ടലോ മറ്റോ വന്നാൽ പിന്നെ പറയുകയും വേണ്ട. ഇവിടെ ഇപ്പോൾ ഒരു ഫോൺ വീണതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അത് മാത്രമേ ഉള്ളുവെങ്കിൽ സാരമില്ല. ലാൻഡ് ഫോൺ ആണല്ലോ. അതുകൊണ്ട് ടെലഫോൺ എക്സ്ചേഞ്ചിൽ പറഞ്ഞാൽ അവർ പുതിയ ഒരു ഫോൺ കൊണ്ടുവന്ന് വെച്ച് തരും. അധികം കാലതാമസവും വരില്ല. അതിനിത്ര വിഷമിക്കാനൊന്നുമില്ല. എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് വക്കച്ചൻ ചേട്ടൻ. അതവനെ കൂടുതൽ വിഷമിപ്പിച്ചു. എങ്ങനെ വിഷമിക്കാതിരിക്കുമെന്നേ. എന്തോ പറ്റിയെന്നല്ലേ അവൻ്റെ വിചാരം. അതുകൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു, അപ്പച്ചൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഫോൺ വീണതിൻ്റെ വിഷമമാണെങ്കിൽ അത് സാരമില്ലെന്നേ. നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇവനോട് പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഇവനും കൂടി വിഷമിക്കും. ഇനി പറഞ്ഞില്ലെങ്കിൽ ബാങ്കിലെ പണം അടയ്ക്കാനും പറ്റില്ല. അവർ വന്ന് വീടും സ്ഥലവും ജപ്തി ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. ചിലപ്പോൾ അപ്പോഴായിരിക്കും ഇവൻ അറിയുക. അതുപോരല്ലോ, ഈ വീട്ടിലെ കാര്യമല്ലേ. സമയത്ത് അവനും അറിയേണ്ടതല്ലേ. നേരത്തെ എന്തിയേ പറയാതിരുന്നത് എന്ന് അവൻ ചോദിച്ചാൽ അപ്പോൾ മറുപടിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാ വശവും ആലോചിക്കുമ്പോൾ നല്ലത് കാര്യം ഇപ്പോൾ തന്നെ അവനോട് പറയുന്നതാണ്. അവൻ എന്നാലും എനിക്കിട്ടിങ്ങനെ ഒരു പണി തരുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ലടാ കിച്ചു. ഇത്രയും വലിയ ഒരു തുക ഞാൻ എവിടെ നിന്നെടുത്തടയ്ക്കും എന്ന് വിചാരിച്ചാണ് എന്നോട് അടയ്ക്കാൻ അവൻ പറയുന്നത്. മക്കളെ പോലും വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇന്നത്തെ കാലത്ത് ആരെയാ വിശ്വസിക്കാൻ കഴിയുക? ഒരുത്തനെയും വിശ്വസിക്കാതിരിക്കുന്നതാ നല്ലത്. കൂടുതൽ ഒന്നും പറയാതെ തന്നെ കിച്ചുവിന് കാര്യം മനസ്സിലായി. ടോമി ചേട്ടൻ ലോൺ അടയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് കേട്ടപ്പോൾ അത്രയും വലിയൊരു തുക എങ്ങനെ അടയ്ക്കും എന്നതിൻ്റെ വിഷമത ഉണ്ടായി. വിഷമമുണ്ടാകാതിരിക്കുമോ? വിശ്വാസവഞ്ചനയല്ലേ അവർ ചെയ്തത്. ആ വിഷമത്തിലായിരിക്കും കയ്യിൽ നിന്നും ഫോൺ താഴെ പോയത്. അല്ലാതെ ദേഷ്യപ്പെട്ട് എറിഞ്ഞതൊന്നും ആയിരിക്കില്ല. ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടല്ലോ. അങ്ങനെയാണല്ലോ അപ്പച്ചൻ എന്നോട് പറയാറുണ്ടായിരുന്നത്. ഇപ്പോൾ അത് മറന്നോ? നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമുക്ക് തരൂ എന്നാണ് പള്ളിയിലെ അച്ഛനും എന്നോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ശ്രമിക്കാത്തതിൻ്റെ കുറവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പോലും. ഇക്കാര്യത്തിൽ പരിഹാരത്തിന് നമുക്ക് പരിശ്രമിക്കാം. അപ്പച്ചൻ വിഷമിക്കേണ്ട. അതൊക്കെ അച്ഛന്മാർക്ക് പറയാം. ജീവിതത്തിൻ്റെ വിഷമകരമായ അവസ്ഥകളിലൂടെ ഒന്നും തന്നെ അവർക്ക് കടന്നു പോകേണ്ടി വരാറില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വലിയ വാക്കുകൾ പറയാം എന്നല്ലാതെ അതൊന്നും ഫലപ്രാപ്തിയിലെത്തില്ല. അപ്പോഴേക്കുമാണ് ദീനാമ്മ ചേട്ടത്തി അങ്ങോട്ട് വന്നത്. എന്തോ ഒച്ച കേട്ടു. കിച്ചു അങ്ങോട്ട് പോകുന്നതും കണ്ടു. പിന്നെ രണ്ടുപേരെ പറ്റിയും ഒരു വിവരവുമില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടി എഴുന്നേറ്റു വന്നതാണ്. അമ്മച്ചിക്ക് ഇപ്പോൾ എഴുന്നേൽക്കുന്ന കാര്യമൊക്കെ വലിയ മടിയാണ്. പറ്റാത്തതുകൊണ്ടാണ്, മടിച്ചിട്ടല്ല. എവിടെയെങ്കിലും ഇരുന്നാൽ പിന്നെ അവിടെ തന്നെ ഇരിക്കുന്നതിനോടാണ് താല്പര്യം. അതാകുമ്പോൾ അത്രയും കുറച്ച് വേദന അനുഭവിച്ചാൽ മതിയാകുമല്ലോ. എഴുന്നേൽക്കുന്നത് തന്നെ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ പറയുന്നത് കൊണ്ടും തീരുന്നില്ല. അത് പോരാഞ്ഞിട്ട് കാൽമുട്ടിന് കൈകൊണ്ട് സപ്പോർട്ട് കൂടി കൊടുത്തിട്ടാണ് എഴുന്നേൽക്കുന്നത്. എഴുന്നേൽക്കാനും നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരിക്കും അതിന് രണ്ടിനും മടി.
ഇപ്പോൾ പക്ഷേ ഇത് രണ്ടും ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അമ്മച്ചി എഴുന്നേറ്റ് വന്നത്. കിച്ചു ഇങ്ങോട്ട് പോന്നിട്ട് കുറേ നേരമായല്ലോ, ഒരു വിവരവുമില്ല. എന്തോ ഒച്ച കേൾക്കുകയും ചെയ്തു. എന്താടാ ഇവിടെ സംഭവിച്ചത്? അപ്പച്ചൻ്റെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണ് പൊട്ടി, അത്രയേ ഉള്ളൂ. അതിനിപ്പോൾ അപ്പച്ചൻ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഞാൻ പറയുകയായിരുന്നു. സുഖമില്ലാതെ ഇരിക്കുന്ന അമ്മച്ചിയോട് ഈ കാര്യങ്ങളെല്ലാം കൂടി പറഞ്ഞ് വെറുതെ പ്രഷർ കൂട്ടേണ്ട എന്നാണ് കിച്ചു വിചാരിച്ചത്. എന്നാൽ വക്കച്ചൻ ചേട്ടൻ വിട്ടുകൊടുക്കുമോ? ഒരു കാര്യം പോലും നാളിതുവരെ അവളിൽ നിന്നും മറച്ചു വച്ചിട്ടില്ല. പിന്നെയല്ലേ ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം അവളെ കൂടി അറിയിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവൻ പറഞ്ഞതൊന്നും അല്ലടി പെണ്ണേ യഥാർത്ഥ കാര്യം. ബാങ്കുകാർ വന്ന കാര്യം ഞാൻ ടോമിയോട് പറഞ്ഞു. അതുതന്നെ അവൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ എടുത്ത കാശ് തിരിച്ചടയ്ക്കുന്ന കാര്യം അവനോടല്ലാതെ പിന്നെ വേറെ ആരോടാണ് പറയേണ്ടത്? അവൻ തന്നെ സോഫിയോടുകൂടി പറയട്ടെ. അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയല്ലേ പണമെടുത്തത്. അവനിപ്പോൾ അടയ്ക്കാൻ സൗകര്യപ്പെടുകയില്ല എന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ അപ്പച്ചൻ തന്നെ അടച്ചോളാൻ. ഇല്ലെങ്കിൽ സ്ഥലവും വീടും ബാങ്കുകാർ ജപ്തി ചെയ്ത് കൊണ്ടുപോയിക്കോട്ടെ എന്ന്. പിന്നെ എനിക്ക് ദേഷ്യം വരാതിരിക്കുമോ? അടുത്തെങ്ങാനുമായിരുന്നെങ്കിൽ ഒറ്റ വീക്ക് കൊടുത്തേനെ. ഇമാതിരി വർത്തമാനം പറയുന്നതിന് വലുതായതൊന്നും ഞാൻ വകവയ്ക്കില്ലായിരുന്നു. അന്നു തന്നെ താൻ സംശയിച്ചതാണ്. ഇപ്പോൾ അത് ശരിയായി വന്നില്ലേ? എന്നാലും വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് ആ കാര്യം വീണ്ടും പറയേണ്ടതില്ല. ഒരിക്കൽ പറഞ്ഞപ്പോൾ തന്നെ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഏതായാലും ചെയ്തു പോയി. ഇനിയിപ്പോൾ അത് പരിഹരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കാം. അവന് അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ വയസ്സായി കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന അപ്പച്ചനാണോ ആ പണം അടയ്ക്കേണ്ടത്? അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടതാണ്. എന്നിട്ട് അവസാന കാലത്ത് വീട് പോലുമില്ലാതെ പെരുവഴിയിലൂടെ ഇറങ്ങി തെണ്ടണമായിരിക്കും. നമ്മൾ പെരുവഴിയിൽ ഇറങ്ങിയാൽ എന്ത്, നമ്മൾക്ക് വീടില്ലാതെ ആയാൽ എന്ത്? അവരെ സംബന്ധിച്ചിടത്തോളം വീടും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അവർക്കതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ലോൺ അടയ്ക്കേണ്ടത് വേണമെങ്കിൽ കിച്ചു ചെയ്യട്ടെ എന്നാണ് അവൻ പറഞ്ഞത്. അപ്പച്ചൻ പഠിപ്പിച്ചതാണല്ലോ എന്ന്. അവനിപ്പോൾ നല്ല ശമ്പളമുള്ള ജോലിയുമുണ്ടല്ലോ. അതുകൊണ്ട് അവന് വേണമെങ്കിൽ അടച്ചുകൊള്ളട്ടെ. ഇനി അവന് വേണ്ടെങ്കിൽ അവർക്കും വേണ്ട എന്നാണ് പറഞ്ഞത്. അവനായിരിക്കുമല്ലോ അത്യാവശ്യക്കാരൻ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പച്ചന് പറയാനൊരു വിഷമമുണ്ടായിരുന്നത്. തനിക്ക് ആ ലോൺ അടയ്ക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പച്ചൻ്റെ സമ്മതം മാത്രം മതി. തന്നെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങളൊന്നുമില്ലാതെ പഠിക്കാൻ കഴിഞ്ഞു. അത് സമയത്ത് അപ്പച്ചൻ സഹായിച്ചിട്ടല്ലേ. അതുപോലെ തന്നെ പെട്ടെന്ന് ജോലിയും കിട്ടി. പഠിച്ചതുകൊണ്ടാണല്ലോ ജോലി കിട്ടിയത്. അതുകൊണ്ട് ബാങ്കിലെ കടം വീട്ടാൻ തനിക്ക് യാതൊരു വിഷമവുമില്ല. ടോമി ചേട്ടൻ പറഞ്ഞതിലും കാര്യമില്ലേ. അവർക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ കൈവശം കിട്ടുന്ന ശമ്പളം ഞാൻ ബാങ്കിൽ സൂക്ഷിക്കുകയല്ലേ. അത് തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ. ആ പണം എടുത്ത് അടയ്ക്കാനുള്ള തുക അടയ്ക്കുക. അപ്പോൾ തൽക്കാലത്തെ പ്രശ്നം തീരും. കിച്ചുവിന് പഠിക്കാൻ പണം കൊടുത്തപ്പോൾ തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞു എന്നത് ശരിയാണ്. എന്നാലും ഇപ്പോൾ അവനെക്കൊണ്ട് ബാങ്കിലെ പണം അടപ്പിക്കാൻ തോന്നുന്നില്ല. അവർക്ക് വേണ്ടി എടുത്തു കൊടുത്ത ലോൺ നീ എന്തിനു അടയ്ക്കണം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിനക്ക് വേണ്ടി തന്ന പണത്തിൻ്റെ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ 4 ഇരട്ടിയോളം വരും ഇപ്പോൾ നീ ബാങ്കിൽ അടയ്ക്കേണ്ട പണം. അത്രയും ഭാരം നീ അവർക്ക് വേണ്ടി വഹിക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേരും ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ട് നിന്നാൽ ആരും ബാങ്കിൽ പണം അടയ്ക്കലുണ്ടാവില്ല. ടോമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഇവിടെ എന്ത് സംഭവിച്ചാലും അവർ അറിയുകയുമില്ല. വക്കച്ചൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു വാശിയുടെ പ്രശ്നമേ ഇപ്പോൾ ഉള്ളൂ. മകൻ തന്നെ പറഞ്ഞു പറ്റിച്ചതിലുള്ള ദേഷ്യം രണ്ടാമത്തെ കാര്യമാണ്. അങ്ങനെ പറ്റിക്കാൻ പാടുണ്ടായിരുന്നോ? അതാണ് കുറച്ചുകൂടി കൂടുതൽ. ഏതെങ്കിലും കാരണവശാൽ അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ആ ബുദ്ധിമുട്ടുള്ള സമയത്ത് തന്നെ പറയാമായിരുന്നല്ലോ. ഇവിടെ ബാങ്കിലെ ലോൺ ഓവർ ഡ്യൂ ആയി കഴിഞ്ഞ്
ജപ്തിക്ക് വന്നു കഴിയുമ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിന്നെക്കൊണ്ട് ഈ ലോൺ അടപ്പിക്കാൻ എനിക്ക് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അങ്ങനെ നീ അടയ്ക്കുകയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചെയ്യും. ലോൺ അടച്ചു തീരുമ്പോൾ സ്ഥലവും വീടും നിൻ്റെ പേരിലേക്ക് ഞാൻ എഴുതി വയ്ക്കുകയും ചെയ്യും. അത് സമ്മതമാണെങ്കിൽ നീ ഈ ലോൺ അടച്ചു. അത് സമ്മതമല്ല എന്ന് പറയാൻ കിച്ചുവിന് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. അതോടൊപ്പം അവൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എൻ്റെ ആരുമല്ല എന്ന് പറയാമെങ്കിൽ അപ്പച്ചൻ പറഞ്ഞ വ്യവസ്ഥ ഞാൻ സമ്മതിക്കാം. അങ്ങനെ പറ്റില്ല എന്നാണ് എൻ്റെ ഉറപ്പ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് ഈ ലോകത്ത് ബന്ധുക്കളായി ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് നിങ്ങൾ രണ്ടുപേരാണ്. അതിപ്പോൾ അങ്ങനെയല്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെയൊന്നുമല്ല പറഞ്ഞു വന്നത്. നീ വിചാരിക്കുന്നത് പോലെ അല്ല. ബന്ധങ്ങൾക്ക് സമ്പത്തിൻ്റെ ഒരു വില കൂടിയുണ്ട്. അത് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കൊള്ളും. ദീനാമ്മച്ചി ഒന്നും മിണ്ടാതെ ഒരു കസേരയിലിരിക്കുകയാണ്. പാവത്തിന് ആകെ വിഷമമായി പോയി എന്ന് തോന്നുന്നു. ടോമിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പെരുമാറ്റം വിചാരിച്ചതല്ല. അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നതുകൊണ്ട് ദീനാമ്മച്ചിയുടെ കണ്ണിൽ നിന്നും ഒഴുകിയ കണ്ണുനീർ അവരാരും കണ്ടില്ല. അവരുടെ സംസാരം ഏതാണ്ട് തീർന്നു എന്ന് മനസ്സിലായപ്പോൾ അമ്മച്ചി കണ്ണ് തുടച്ച് മിടുക്കിയായി ഇരുന്നു. അല്ലെങ്കിൽ കരഞ്ഞതിന് രണ്ടുപേരും വഴക്കു പറയും. അമ്മച്ചി തന്നെ പറ, ഞാൻ പറഞ്ഞതല്ലേ അതിൻ്റെ ശരി. ലോൺ ഞാൻ അടച്ചു തീർക്കാം. അതിനെനിക്ക് വരുമാനമുള്ളതുകൊണ്ടാണ് ഞാൻ അടയ്ക്കുന്നത്. വരുമാനമുണ്ടാകാൻ എന്നെ പഠിപ്പിച്ച് ഇവിടെ വരെ എത്തിച്ചത് അപ്പച്ചനാണ്. അതുകൊണ്ട് എൻ്റെ കടമയാണത്. കടമ ചെയ്യുന്നതിന് പ്രതിഫലം കൊടുക്കാമോ? അതിന് പകരം സ്ഥലം എഴുതിത്തരാമെന്ന് പറയരുത് എന്ന് അപ്പച്ചനോട് പറ. എന്നെ വിഷമിപ്പിക്കല്ലേ അമ്മച്ചി. അമ്മച്ചിയുടെ അടുത്തു നിന്നെങ്കിലും അനുകൂലമായ ഒരു മറുപടി കിട്ടും എന്നായിരുന്നു കിച്ചുവിൻ്റെ പ്രതീക്ഷ. അമ്മച്ചി എന്തോ പറയാൻ വേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അത്ര പെട്ടെന്നൊന്നും സംസാരിക്കില്ല. എന്ത് കാര്യം പറയണമെങ്കിലും കുറച്ച് പതുക്കെയേ പറയൂ. ചില കാര്യങ്ങൾ കേൾക്കുകയുമില്ല. എന്തായാലും ഇപ്പോൾ എന്തോ തീരുമാനം പറയാനാണ്. ഇപ്പോൾ നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് നീ തന്നെ പണം അടയ്ക്കും. സ്ഥലം നിൻ്റെ പേരിൽ ഇപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട. പിന്നീടാണെങ്കിലും നിനക്ക് തന്നെ എന്ന രീതിയിൽ ഞങ്ങൾ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വയ്ക്കും. അതിനെപ്പറ്റി അക്ഷരം എതിര് പറഞ്ഞു പോകരുത്. കിച്ചു കേട്ടല്ലോ? ലോൺ അടച്ചു തീരുമ്പോഴേക്കും വർഷം 3-4 കഴിയും. അപ്പോഴേക്കും ഇവരുടെ തീരുമാനങ്ങളും മാറും. തൽക്കാലം കടം തീർക്കാം, ബാക്കിയൊക്കെ പിന്നെ. ഈ വീടും പറമ്പും എന്നും ഇവരുടെ പേരിൽ തന്നെ കിടക്കുന്നതാണ് നല്ലത്. എന്നാലും അവരോട് എതിര് പറയാൻ അവൻ്റെ മനസ്സ് അനുവദിച്ചില്ല. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി താഴെ രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ. അവർക്കും കഥയുടെ ഓരോ ഭാഗങ്ങൾ വായിക്കാനും കേൾക്കാനുമുള്ള അവസരങ്ങളാണല്ലോ ലഭിക്കുക. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ.